നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ഓരോ സിസ്റ്റവും തകർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ആരോഗ്യ മേഖലയും ജയിൽ സുരക്ഷയും വിദ്യാഭ്യാസവും ഉൾപ്പെടെ എല്ലാം ഓരോ ദിവസവും തകർന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്തും അതോടൊപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെ പിണറായിയുടെ ഭരണം പരാജയമാണെന്ന് പറയുന്നുണ്ട്. കൂടാതെ ജനങ്ങൾ പോലും സർക്കാരിനെതിരെ നിൽക്കുന്ന സമയത്താണ് കൊടും കുറ്റവാളി ജയിൽ ചാടിയത്. സൗമ്യ എന്ന പെൺകുട്ടിയെ നിഷ്ഠൂരം അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടിയതോടെ സർക്കാരിന് നേരെ ജനങ്ങൾ തിരിഞ്ഞു. ഒരർത്ഥത്തിൽ സർക്കാർ സംവിധാനത്തിന്റെ തകർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളിലേക്കാണ് എത്തിയത്. കണ്ണൂർ ജയിലിൽ തടവുകാരുടെ ഓരോ വഴിവിട്ട നീക്കങ്ങളും പുറത്തുവന്നു. ജയിലിൽ TP കേസിലെ പ്രതികൾക്ക് സർക്കാർ വാരിക്കോരി പരോൾ അനുവദിക്കുന്നത് വലിയ വാർത്തയായി. കൂടാതെ ജയിലിന്റെ പുറത്തുനിന്നും ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ലഹരി വസ്തുക്കൾ ജയിലുകളിൽ എത്തുന്നതും അതോടൊപ്പം തന്നെ തടവ് പുള്ളികൾ ഫോൺ ഉപയോഗിക്കുന്നതടക്കം വ്യാപകമായ വിമർശനങ്ങളാണ് പുറത്തുവന്നത്. അതുകൊണ്ടാണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ സർക്കാർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. നിലവിൽ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക സംഘം ഇന്ന് തെളിവെടുപ്പ് ആരംഭിക്കും. സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ജയിലിൽ സന്ദർശനം നടത്തുന്നത്. മുഴുവൻ ജീവനക്കാരോടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് CN രാമചന്ദ്രനും റിട്ടയർഡ് DGP ജേക്കബ് പുന്നൂസും അടങ്ങുന്ന ഒരു സംഘമാണ് കമ്മിറ്റിയിലുള്ളത്. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ജയിൽ ചട്ടം അന്വേഷിക്കാൻ നിയോഗിച്ചത്. കണ്ണൂരിലെ അതിസുരക്ഷാ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് വൻ വിവാദമായിരുന്നു. ഗോവിന്ദചാമി ജയിൽ ചാടിയ വിവരം അധികൃതർ അറിഞ്ഞത് 5 മണിക്കൂർ കഴിഞ്ഞാണ്. രാവിലെ പരിശോധനയ്ക്കിടെയാണ് ഗോവിന്ദചാമി സെല്ലിലില്ല എന്ന വിവരം മനസ്സിലായത്. അർദ്ധരാത്രി ജയിൽ കമ്പി മുറിച്ച ഗോവിന്ദചാമി 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കടന്നാണ് ജയിലിന് പുറത്തെത്തിയത്. ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിച്ചില്ല എന്നും കരുതപ്പെടുന്നുണ്ട്. എന്നാൽ ജയിൽ ചാടി മണിക്കൂറുകൾ മാത്രമാണ് ഗോവിന്ദചാമിക്ക് പുറത്ത് കഴിയാനായത്. ചിലർ ഇയാളെ തിരിച്ചറിയുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നാലെ ജയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുന്നിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിലുള്ള തളാപ്പിൽ നിന്ന് പിടിയിലായി. ആളൊടിഞ്ഞ പുരയിടത്തിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. പോലീസ് വരുന്നുവെന്ന് മനസ്സിലായപ്പോൾ ഓടിയ ഗോവിന്ദചാമി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിന്റെ കിണറ്റിൽ ചാടി. പിന്തുടർന്ന പോലീസ് ഇയാളെ കിണറ്റിൽ നിന്ന് വലിച്ചെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.